വിളിച്ച് നോക്കാം. ഹലോ, ആ മോളെ എങ്ങനെയുണ്ട്? ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ? ഭക്ഷണമെല്ലാം കഴിക്കാൻ കഴിയുന്നില്ല എനിക്ക്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മേ, ഭക്ഷണമെല്ലാം കഴിക്കാൻ പറ്റുന്നുണ്ട്. ഓ അതെയാ? അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം എപ്പം മനസ്സിൽ വെക്കണം കേട്ടോ മോളെ. എൻ്റെ ആരോഗ്യം നീ നല്ലോണം ശ്രദ്ധിക്കണം. ആ ഓഹ്, കരയുന്നുണ്ടല്ലോ നാശം പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ ശരി അമ്മേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ആ ശരി എന്നാൽ. എന്തൊരു കഷ്ടമാണ് എൻ്റെ മൂക്ക്. ആ പെണ്ണിനെ കൊണ്ട് എന്തൊരു കഷ്ടാണിത്. എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു കൊടുക്കുന്നത്? എപ്പം നോക്കിയാലും ഞാൻ ഒന്ന് വായി കൂട്ടായിരുത്. അമ്മ പറഞ്ഞത് എന്തൊരു ശരിയാന്ന്. ശല്യം. പാമ്പിമോൾ എന്തപ്പം ഇങ്ങനെ കരയുന്നത്? എന്തെങ്കിലും കഴിയാണ്ടായിട്ടുണ്ടോ അമ്മ ആ കുഞ്ഞിക്ക്? ദിശേനോട് ചോദിക്കാന്ന് വെച്ചാൽ ഇവിടെ പുറത്തൊന്നും കാണുന്നുമില്ല. എന്തായാലും അങ്ങോട്ടൊന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. ജിഷേ, മോളെ ജിഷേ. ആ ശാരദ ചേച്ചിയാ? ആ മോളെ, മാമി മോളെ എന്തെങ്ങനെ കരയുന്നേ? എന്തെങ്കിലും കഴിയാണ്ടായിട്ടുണ്ടോ കുഞ്ഞിക്ക്? ഇല്ല, അവൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഭക്ഷണമെല്ലാം കൊടുത്തതേ ഉള്ളൂ. ആ, ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല, ഭയങ്കര വാശിയാ നോക്ക്. ശാരദ ചേച്ചി വെറുതെ വന്നല്ലേ? എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. ആ വാമിമോളെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഓടി വന്നിന്. ഇവർക്കൊന്നും വേറെ പണിയില്ലേപ്പാ, അവരവരെ വീട്ടിലെ കാര്യം നോക്കിയാൽ പോരെ. എല്ലാവർക്കും വാമിമോളാന്ന് വില്ലേ. വാമിമോൾ എണീച്ചോ, വാമിമോൾ തിന്നോ, വാമിമോൾ ഉറങ്ങിയോ, ഒരു സമാധാനം തരൂലല്ല. വാമി വാമി വാമി. പോ. വാമിമോളെന്തപ്പം ഇങ്ങനെ കരയുന്നു? താഴത്തായിട്ടും വീണു പോയമ്മപ്പ, ശ്വാസം കിട്ടാത്ത പോലെ കരയുന്നുണ്ടല്ലോ. ആ മോനെ ഉണ്ണി, നീ വേഗം പയ്യന്നൂർ ആശുപത്രിയൊക്കെ ഒന്ന് വരണം. ജിഷ തലകറങ്ങി വീണ്. ഞാനും മോനായിട്ടും കൂടി ഓണി കൂട്ടി പോവുമെന്ന്. നീ വേഗം വാ. അല്ല ശാരദേ, നീ ഇങ്ങനെ ആലോചിക്കുന്നു? ആ മോനേട്ടൻ വന്നുവാ? ഒന്നുമില്ല മോനേട്ടാ, ഞാൻ ആ പെണ്ണിന്റെ കാര്യം ആലോചിക്കുന്നുണ്ടായിനി. എന്തൊരു വിധിയാന്ന് ആ പെണ്ണിന്റെ. ഡോക്ടർ പറയുന്ന മോനാട്ടനും കേട്ടതല്ലേ, ആ പെണ്ണിന് ഇനി ഒരിക്കലും ഒരു അമ്മയാവാനാവൂലെന്ന്. കഷ്ടം തന്നെ. കഷ്ടം തന്നെപ്പാ, ഏത് പെണ്ണിനും അതെല്ലാം സഹിക്കാനാവല്. അന്നേരം വാമിമോള് കരഞ്ഞോണ്ടല്ലേ ഞാൻ പോയി നോക്കിയതും ഓളെ കൂട്ടിയിട്ട് നമ്മുടെ ഡോക്ടറെ അടുത്തെടുത്ത് പോയതും.
അന്നേരം പോയോണ്ട് അമ്മേൻ്റെ ജീവനെ തിരിച്ചു കിട്ടിയെന്നല്ലേ ഡോക്ടർ പറഞ്ഞിനി. ആമിമോളില്ലാതെ ഒരു സമാധാനം. മോനാട്ടം വാ, ഞാൻ ചായ എടുത്ത് വെക്കാം. രാവിലെ ചായ കുടിക്കാണ്ടൊന്ന് പോയതല്ലേ. ആ ശരി, നീ ചായ എടുത്ത് വെക്ക്. എൻ്റെ മോള് വാ വാ. എൻ്റെ മോളെ അമ്മേനോട് ക്ഷമിക്കണം മോളെ. കുറച്ച് നാള് അമ്മ മോളോട് ഒരുപാട് അകൽച്ചു. എൻ്റെ പൊന്നു മോളെ അമ്മേനോട് ക്ഷമിക്കും മോളെ. എൻ്റെ ദൈവമേ, ഈ കുഞ്ഞിനോട് ചെയ്ത തെറ്റിനല്ലേ ദൈവം എനിക്ക് തന്ന ശിക്ഷ. അത് ഒരു ഉമ്മതാമോളമ്മക്ക്. ഈ പിഞ്ചു കുഞ്ഞിനെ വേദനിപ്പിക്കാൻ തുടങ്ങുമ്പോഴേക്കും ദൈവം അവൾക്കുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞു. കുഞ്ഞുമക്കളെ ഒരിക്കലും വേർതിരിച്ചു കാണുകയോ വേദനിപ്പിക്കുകയോ ചെയ്യരുത്. അവർ ദൈവത്തിൻ്റെ വരദാനമാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കല്ലേ. നിങ്ങളുടെ ഓരോ കമൻറ്റുമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം.